ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 45, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. അനുസരതി ജനൗഘേ കൗതുകാവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഗസന്തൗ ദ്രവന്തൗ വലിതവദന പത്മം പൃഷ്ടതോ ദത്തദൃഷ്ടി കിമിവ ന വിദധാധേ കൗതുകം വാസുദേവ. അന്വയം, അർത്ഥം. ഹേ വാസുദേവ, വാസുദേവന്റെ മകനായ കൃഷ്ണ, കൗതുക വ്യാകുലാക്ഷി, സന്തോഷ നിമിത്തം ഇളകുന്ന കണ്ണുകളോടുകൂടിയ, ജനൗഘേ, ജനൗകം, അനുസരതി, പിന്തുടരുമ്പോൾ, കിമപി, അല്പം, കൃതനിനാദം, ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, വ്യാകസന്തൗ, ഉറക്കെ ചിരിക്കുന്നവരും, ദ്രവന്തൗ, ഓടിപ്പോകുന്നവരും, വലിതവദന പത്മം, താമരയ്ക്ക് തുല്യമായ മുഖം പുറകോട്ട് തിരിച്ച്, പൃഷ്ഠത, പിന്നിൽ, ദത്തദൃഷ്ടി, കണ്ണോടിക്കുന്നവരുമായി, കിമിവ, എന്തെന്ത്, കൗതുകം, ആനന്ദത്തെയാണ്, ന വിദധാധേ, ഉണ്ടാക്കാതിരുന്നിട്ടുള്ളത്. സാരം: ഓടിക്കളിക്കുന്ന ബാലകൃഷ്ണന്മാരെ നോക്കി കൗതുകപൂർവ്വം നിൽക്കുന്ന ഗോപന്മാരും ഗോപസ്ത്രീകളും അവരെ പിടിക്കാൻ പിന്നാലെ പായുമ്പോൾ മുഖം തിരിച്ച് ചിരിച്ചുകൊണ്ട് വേഗത്തിൽ പിന്നെയും ഓടുന്ന അവർ ഗോകുലവാസികൾക്ക് അവാച്യമായ ആനന്ദം പകർന്നു നൽകി. ഹരി ഓം. ഓം ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. ദ്രുതഗതിഷു പതന്തൗ ഉദിതൗ ലിപ്തപങ്കൗ ദിവീ മുനിഭിരഭംഗൈ സസ്മിതം വന്ദ്യമാനൗ ദ്രുതമദജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരവി പരിരപ്തൗ ദ്രാഗ്യുപാം ചുംബിതാച്ച. അന്വയം, അർത്ഥം. ദ്രുതഗതിഷു, വേഗതയേറിയ നടപ്പിൽ, പതന്തൗ, താഴെ വീഴുന്നവരും, ലിപ്തപങ്കൗ, ചെളി അണിഞ്ഞവരുമായി, ഉദിതൗ, എഴുന്നേൽക്കുന്നവരും, ദിവി, സ്വർഗത്തിലുള്ള, അപങ്കൈ, പങ്കമില്ലാത്ത, മുനിഭി, മുനിമാരിൽ, സസ്മിതം, പുഞ്ചിരിയോടെ, വന്ദ്യമാനൗ, വന്ദിക്കപ്പെടുന്നവരും ആയ, യുവാം, അങ്ങും ബലരാമനും, ദ്രുതം, വേഗത്തിൽ, ജനനീഭ്യാം, മാതാക്കന്മാരാൽ, സാനുകമ്പം, അനുകമ്പാർദ്രമായി, ഗൃഹീതൗ, എടുക്കപ്പെട്ടവരായി തീർന്നു, അധ, പിന്നീട്, മുഹുരവി, വീണ്ടും വീണ്ടും, പരിരപ്തൗ, ആശ്ലേഷിക്കപ്പെട്ടവരും, ദ്രാഗ് ചുംബിതൗ ച, വേഗം ചുംബിക്കപ്പെട്ടവരുമായി തീർന്നു. ഹരി ഓം. സാരം: നടക്കുമ്പോൾ വീഴുകയും ചെളി ശരീരത്തിൽ പുരളുകയും ചെയ്യുന്ന ആ ഗോപബാലന്മാരെ നോക്കി സ്വർഗത്തിലുള്ള മുനിമാർ ആദരപൂർവ്വം വന്ദിക്കുന്നു. അമ്മമാർ അവരെ എടുത്ത് ആശ്ലേഷിക്കുകയും തുരുതുരെ ചുംബിക്കുകയും ചെയ്യുന്നു. ഹരി ഓം.